വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കുന്നത്തുനാട്ടിൽ ബാബു ദിവാകരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മഹാറാലി അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ശബരിമല സംഘടിത കൊള്ളയിൽ സ്വർണം കട്ടവരെ ഒരാളെയും വെറുതെ വിടില്ല, അവരെയെല്ലാം അഴിക്കുള്ളിലേക്ക് എത്തിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ആഭ്യന്തരമന്ത്രി, രാജ്യത്തിൻ്റെ അഭിമാനമായ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ആ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് തത്സമയം. ജിജീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന് തലവേദന ഉണ്ടാക്കിയ മാവോയിസ്റ്റ് ഭീകരരെ മുട്ടുകുത്തിച്ച ആളാണ് ഈ അമിത്ഷാ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ രീതിയിൽ തന്നെ അർത്ഥങ്ങളുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? ശ്യാം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രധാനപ്പെട്ട വിഷയമായ ശബരിമല വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടും തീരുമാനവും വ്യക്തമാക്കിയിരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിലേറിയാൽ അധികാരത്തിലെത്തി 2 മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ആളുകളെയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ശബരിമലയിലെ സ്വർണം കവർച്ച നടത്തിയ ഒരാളെയും വെറുതെ വിടില്ല, എല്ലാവരെയും തുറങ്കിലടക്കും. CBI അന്വേഷണം നടത്തിക്കൊണ്ട് യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരും. CBI അന്വേഷണത്തിലൂടെ സ്വർണ്ണക്കള്ളന്മാരെ മുഴുവൻ തുറങ്കിലടക്കുമെന്ന കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ കുന്നത്തുനാട്ടിലെ വോട്ടർമാരെ, തിങ്ങിക്കൂടിയ ആയിരക്കണക്കിന് വരുന്ന വോട്ടർമാർക്ക് മുന്നിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം വരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മിണ്ടുന്നില്ല എന്നാണെങ്കിൽ, അദ്ദേഹം കൃത്യമായി തന്നെ പ്രധാനമന്ത്രി ശബരിമലയിലെ നിലപാടുകൾ വ്യക്തമാക്കി എന്ന് മാത്രമല്ല, ഇടതു വലതു മുന്നണികളോട് അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തി. അതിന് യാതൊരു മറുപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അതിനു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇപ്പോൾ കുന്നത്തുനാടിൻ്റെ മണ്ണിലെത്തിക്കൊണ്ട്, അതായത് NDAയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കുന്നത്തുനാട്ടിൽ, 2020യുടെ ശക്തി കേന്ദ്രമായ കുന്നത്തുനാട്ടിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്, ശബരിമല സ്വർണ്ണ കവർച്ചക്കാർക്ക് ഇനി രക്ഷയില്ല, NDA ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവർക്ക് രക്ഷയില്ല, അവർക്ക് തുറങ്കിലായിരിക്കും ഇനി വിധിച്ചിരിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പുകളെ തുറന്നു കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഉടനീളം ഈ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത്. പരസ്പരം B ടീം എന്ന് ആരോപിക്കുന്ന ആളുകൾ, കോൺഗ്രസ് പറയുന്നു BJP CPMന്റെ B ടീം ആണെന്ന്, CPM പറയുന്നു BJP കോൺഗ്രസിന്റെ B ടീം ആണെന്ന്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് കോൺഗ്രസും CPMുമാണ് ഒന്നൊന്നിന്റെ B ടീമുകളായി. ആ വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് വളരെ വേഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ. भाइयों बहनों, काम करे बगैर यश और वोट प्राप्त करने की ये LDF की कारी इस बार यहां पर नहीं लगने वाली है. केरलम की जनता जानती है कि सारे काम नरेंद्र मोदी जी ने किए. भाइयों बहनों, इस सबरीमाला का सोना जिन्होंने लूटा है उनको जेल में डालना चाहिए या नहीं डालना चाहिए? जरा जोर से बोलो, जेल में डालना चाहिए या नहीं डालना चाहिए? बड़ा सरल रास्ता है, ना UDF उनको पकड़ेगी ना LDF. आप NDA की सरकार बना दो, हम 2 महीने के अंदर सोना चोरी करने वालों को जेल की सलाखों के पीछे. യെസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ നിർണായകമായ മുന്നറിയിപ്പ് എന്നതും ഇവിടെ എടുത്ത് വായിക്കേണ്ടതാണ്, പറയേണ്ടതാണ്, വിലയിരുത്തപ്പെടേണ്ടതാണ്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.